എന്റെ പൊന്നോ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഒക്കെ ഇന്ന് പോയ പോക്ക് എവിടെ നിന്നൊക്കെയോ പെറുക്കി എടുക്കുകയായിരുന്നു. നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടികളുടെ അനുയായികളാ കേട്ടോ. ഏതായാലും ഇവരൊക്കെ ഉള്ളത് കൊണ്ടുണ്ടല്ലോ, കോമഡി ഷോ ഒക്കെ മിസ്സായെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇവരുടെയൊക്കെ ജാഥകളും പ്രകടനങ്ങളും ഒക്കെ കണ്ടാൽ മതി. ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, അല്പം സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ്. അവിടെ ഏത് പൊതുവേദിയിലും ആർക്ക് വേണേലും എന്ത് അഭിപ്രായം വേണേലും തുറന്ന് പറയാം. അവിടെ വെച്ചാണ് ചർച്ചകളും കാര്യങ്ങളൊക്കെ. വേണേൽ അടിയായി, പിടിയായി, ഉന്തതള്ളായി, വാക്കേറ്റമായി, തെറിവിളിയായി എന്ത് വേണേലും നടക്കും. ചില പിള്ളേരൊക്കെ ഉണ്ടാവും അടിച്ച് പെരുത്ത് നടക്കുന്ന ചില കാട്ടങ്ങളൊക്കെ ഉണ്ടാവും. അവന്മാരിപ്പോഴും ഷാവി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ഇങ്ങനെ സിന്ദാബാ കയ്യടിയൊക്കെ വിളിച്ച് പോകുന്നുണ്ടായിരിക്കും. അതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ വോട്ടായി മാറും ഈ പാർട്ടി ഷോ എന്നൊക്കെ കരുതി നടക്കുന്ന ഒരു ആൾക്കാരാണ്, നേതാക്കന്മാരാണ് ഇവരൊക്കെ. ഇവർ ഈ പബ്ലിക്കിൽ ഇങ്ങനെ ആകുമ്പോൾ ഇവരുടെ ഒരു KPCC യോഗമൊക്കെ നടക്കുമ്പോഴത്തേന് അകത്ത് എന്തൊക്കെയായിരിക്കും, ഉടുതുടി പോലും ഇല്ലാതായിരിക്കും ആൾക്കാർ ഓടുന്നത്. ഓർത്ത് വയ്ക്കുക ആ സീനൊക്കെ. ഇന്ത്യയിലും കേരളത്തിലും മുഴുക്കെ ഇമാർ പൊട്ടി നിൽക്കുമ്പോഴും ഉണ്ടല്ലോ, ഇമാരുടെ ഈ പബ്ലിക്കിലൊക്കെ വന്നിട്ടുള്ള ഈ തോന്നിവാസം അഭ്യാസ പ്രകടനം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടേ, കഴച്ചിട്ടപ്പം കപ്പളത്തേക്ക് എറുന്നത്. സത്യത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VD സതീശൻ, രമേശ് ചെന്നിത്തല പോലുള്ള സീനിയർ നേതാക്കന്മാരൊക്കെ ഉള്ള സ്റ്റേജിലുണ്ടല്ലോ, ഇന്നലെ മുളച്ച തകര ഈ പീക്കിരി പയ്യന്മാരൊക്കെ വന്ന് പട്ടി ഷോ കാണിക്കുമ്പോണ്ടല്ലോ, കോൺഗ്രസ് അനുഭാവി എല്ലാത്തവർക്ക് പോലും കേരളത്തിലെ ജനങ്ങൾക്കൊരു ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലേ? ശരിയല്ലേ? ഒന്നുമല്ല, ഇവരും മനസ്സിലാക്കണം, ഇന്ത്യ കംപ്ലീറ്റ്, കേരളത്തിൽ മുഴുവൻ എല്ലാ സംസ്ഥാനങ്ങളിലും BJPയിലേക്ക് ഇവരുടെ നേതാക്കന്മാരും അനുയായികളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ഇനിയിപ്പം ഒരു തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് പോലും ഇവന്മാരുടെ പട്ടി ഷോ, ഈ സ്റ്റേജിൽ വന്നുള്ള അഭ്യാസ പ്രകടനം നാട്ടുകാർ കാണും എന്ന് പോലും ഇവന്മാർ ചിന്തിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴുണ്ടല്ലോ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. സതീശന്റെ ഈ പുതുയുഗ യാത്ര കൊല്ലത്ത് വരുമ്പോഴത്തേന് രാഹുൽ മാങ്കൂട്ടത്തിലും കൂടണം. അവിടെ വരുമ്പോഴതിൻ്റെ ടിസ്റ്റ് വേണം, അത്രേ ടിസ്റ്റ്.